കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഒറ്റയ്ക്കൊരു ഇൻട്രോ എടുക്കണം. അവസാനം അതിൻ്റെ ഒരു ചാൻസ് ഇന്ന് വന്നേക്കാണ്. അപ്പം അല്ല ഞാനിപ്പ നമ്മുടെ ഇൻട്രോയുടെ കാര്യം ഒന്ന് പറയുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ? എനിക്ക് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞു. നമ്മളിപ്പോ നിൽക്കുന്നത് പിരപ്പമൺകാട് പാടശേഖരം എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തുള്ള സിറ്റിയോട് വളരെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, എന്താണെന്നല്ലേ വലിയ കാണാം. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി സമയങ്ങളാണ് നേരെ വീഡിയോ വരും. ഇവിടെ എനിക്ക് തോന്നുന്നു ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം അവിടെ ഒരു സംഭവം, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ആ കാണുന്നതാണ് നമ്മുടെ ഏറുമട. നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നല്ല വൈബാണ്. രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പും നല്ല നടുക്കായിട്ടൊരു അടിപൊളിയൊരു സാധനം. പിരപ്പമൺകാട് സൗഹൃദ സംഘം. അപ്പോൾ അവരായിരിക്കും ഇതിൻ്റെ സ്പോൺസർഷിപ്പ്. അടിപൊളി. സ്റ്റെപ്പ് ഭയങ്കര പേടിയുള്ള ആളാണ്. ഇല്ല, ഓരോ സ്റ്റെപ്പ് എടുത്തു നോക്കാൻ പറ്റാൻ പറ്റും. ഒരു സ്റ്റെപ്പ് എടുത്ത് അടുത്ത സ്റ്റെപ്പ് എടുത്ത് അതിന് അടുത്ത സ്റ്റെപ്പ് എടുത്ത്. ഇല്ല, അത് ഞാൻ പിടിച്ചോളാം. ഞാൻ വന്ന് പോരാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് കൂടെ എടുക്കും മോളോട്ട്. തോറ്റു പിന്മാറുന്നവളല്ല. ഇല്ല, അതാകണ്ട. ഓ ഇതല്ല. എത്തി ഏറ്റവും നല്ല രസം. കണ്ട, അതാണ് പറഞ്ഞത്. ഇതാണ് ആ CCTV ക്യാമറയൊക്കെ ഉണ്ട് ഇവിടെ സേഫാണ് സംഭവം. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലം. ഇവിടെ മാളിൽ നിന്നുള്ള വ്യൂ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡും നമ്മൾ വന്ന റോഡ്, നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഇപ്പുറത്തെ സൈഡ് ഇതേപോലെ ഫുള്ള് പാടശേഖരങ്ങളും. എങ്ങനെയുണ്ട് മോളിൽ? നീ മോളിൽ കയറിയില്ലായിരുന്നെങ്കിൽ മിസ്സാവില്ലായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ ഇന്ന് ആ പേടിയൊക്കെ മറികടന്നു. അടുത്ത ഇതുപോലെ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ പരീക്ഷിക്കാം. പക്ഷെ ഇത് സാധാരണ കയറാത്താണ്. എന്തായാലും മിക്ക സ്ഥലങ്ങളിലും കയറാറില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കാണാമല്ലോ, വീഡിയോയിൽ കാണാമല്ലോ. അപ്പൊ അങ്ങനെ. പക്ഷെ ഇത് ആരും വന്നാലും കയറി പോകണം. അത്രയും നല്ലൊരു വ്യൂ ആണ്. ഇതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. നമ്മളിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം. ഓണം തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിട്ട് പോകും. ഇപ്പൊ വരുന്നവരൊക്കെ ഈ കനാലില് കാലൊക്കെ കൈയൊക്കെ ഇട്ടാണ് അത് മാത്രല്ല ഇവിടെ നമ്മളിപ്പം ഒത്തിരി നേരം നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അടുത്തടുത്ത ആൾക്കാർ നമ്മൾ മാറി കൊടുക്കുന്നതിന്റെ. അതെ, അപ്പൊ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കണ്ടിട്ട് വരാം. ഈ ഒരു സമയം, ഈ ഓണം ഒരു സമയത്ത് ഇവിടെ വരുമ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം അല്ല, കുറച്ച് സാരിയൊക്കെ എടുത്തല്ലേ, നല്ല മുണ്ടൊക്കെ എടുത്ത്, ആണുങ്ങളാണെങ്കിൽ മുണ്ടൊക്കെ എടുത്ത് സാരി കൊടുത്ത് നല്ല അക്സസറീസ് ഒക്കെ ഇട്ട് വന്നാൽ കിടിലം ഫോട്ടോസ് കിട്ടും. ഇത് വന്ന് കാഷ്വൽ ആയിട്ട് നമുക്ക് എടുത്തിട്ട് പോകും. നമ്മൾ ജസ്റ്റ് കാഷ്വൽ ആയിട്ട് വന്ന് ഇതുപോലെ എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്, ഇൻട്രസ്റ്റഡ് ആൾക്കാർ സ്ഥലം പറഞ്ഞു പ്ലാൻ ചെയ്ത് സെറ്റൊക്കെ എടുത്ത് വരണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ചെറിയൊരു സദ്യ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എണീക്കാൻ പറ്റാതായി. സന്തോഷം പലരും ഓണം പൊന്നോണം ഓണം പൊന്നോണം ഓണം പൊന്നോണം ഓണം പൊന്നോണം പൂക്കളങ്ങ് പൂക്കുന്ന നേരം വീണ്ടും ഒരു ഓർമ്മകളുടെ കാലം ഓണപ്പാട്ടിൽ നിറയും പൊൻവസന്തം ഓണക്കാലം നെഞ്ച
നെഞ്ചിൽ പൂക്കും ആത്മാവിൽ ഓണത്തിന്റെ കാലം മാവേലി മഹാരാജൻ വന്നു നാടെങ്ങും പൊന്നോണം നിറവിൽ വെട്ടും വിരിയും പൂക്കളിൽ നിറത്തുള്ളും ഭയങ്കര കാറ്റും നല്ല തണുപ്പ്. അത് ഒത്ത പാടത്തിന്റെ നടുക്കായതുകൊണ്ട് നല്ല കാറ്റിങ്ങനെ എടുത്തുകൊണ്ട് പോകും. അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പടിഞ്ഞാറുനിന്ന് ഇങ്ങനെ ഈ side ന്ന് കാറ്റിങ്ങനെ പോകണം. അത്ര മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പം ഫുൾ ഹാപ്പി മൂഡ്, നല്ല വൈബാണ്. അതെ, നമുക്ക് ഇറങ്ങിയാലോ? ഭയങ്കര പേടിയാ പോകാം. നോക്കി ഇറങ്ങണം കേട്ടോ. ഒന്ന് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ താഴെക്കണം. സൂക്ഷിച്ച് നോക്കി ഇറങ്ങണേ. ചേട്ടൻ നോക്കി ഇറങ്ങി. ഭയങ്കര പേടിയാ. എനിക്ക് പേടിയാ. ഞാനത് സമ്മതിക്കുന്നു. ഫൈനലി കണ്ട ഇത്രേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അപ്പൊ ഇതാണ് ആയർമാടം പിരപ്പമൺകാട് സൗഹൃദ സംഘം. ഇതിന്റെ ബാക്കിലോട്ട് നമുക്ക് പോകാൻ കഴിയില്ല, ഇവിടെ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് വഴിയുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഏറുമാടം കഴിഞ്ഞു. ഇനി നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെയാണ്. ആ സൈഡിലോട്ടൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പിന്നെ ഇവിടെ ഒരു അമ്പലത്തിന്റെ ഒച്ചയൊക്കെ കേട്ടു. എവിടെയെന്ന് കറക്റ്റ് അറിയില്ല. ജസ്റ്റ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഫുള്ള് ആൾക്കാർ വെറുതെ മിക്കവരും ഒരു ഫാമിലി മാത്രമേ ഞങ്ങളുണ്ട്, ബാക്കി എല്ലാം ഈ ഫോട്ടോഷൂട്ടും. ഈ കാല് ഇതിൽ ഇങ്ങനെ അതെ അതെ. ഈ വെള്ളത്തിന്റെ പ്രശ്നം മസ്തിഷ്കമൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കൊരു പേര് നല്ല ഒഴുക്കുള്ള വെള്ളമാണ്. ഈ വെള്ളം വരുന്ന വഴി ഞങ്ങൾ കണ്ടുപിടിച്ചു അല്ലേ. ഈ കനാലിന്റെ അടിയിൽ കൂടെയാണ് വെള്ളം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. നല്ല രസമാണ് എൻ്റെ നടുക്ക് വെക്കാൻ. നമ്മുടെ ഏറുമാടെന്തോ അവിടെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. പോകാൻ പറ്റുമോ അങ്ങോട്ട്? ഇവിടെ കണ്ടോ ഒരു പ്രത്യേകത ഉണ്ടോ? കുറെ ഇതുപോലത്തെ ഒരു കുഞ്ഞു ജമന്തിയെ പോലെ ഇരിക്കും. നല്ല ഭംഗിയുണ്ട്. കുറെ ഉണ്ട്, പടരുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് പോയാലോ? അപ്പൊ ഇത്രേ ഉള്ളൂ. പക്ഷെ ഇത്രേ ഉള്ളൂ എന്ന് പറയാൻ പറ്റത്തില്ല. അടിപൊളി. അപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്നിവിടെ വന്നിട്ട് ഈ ഒരു വേഷത്തിൽ അല്ലേ. ബാക്കി മിക്ക ആൾക്കാരും ഓണത്തിന്റെ ആൾക്കാർ വരുന്നുണ്ട്. ആ വെയിലും താന്നപ്പോഴത്തേക്ക് നമ്മൾ വന്നപ്പോ 2-3 ആൾക്കാരുണ്ടായിരുന്നു, ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. അതെ അതെ. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെ നമ്മളെ തന്നെ നോക്കുന്നു എന്താണ് ഇവര് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഈ സ്ഥലം കണ്ടെത്തി നമ്മളിവിടെ വരാൻ പറ്റിയതിൽ. കാരണം അത്ര അടിപൊളി ഒരു സ്ഥലം. അതെ. അപ്പം ഇനി നമ്മുടെ വീഡിയോസ് കുറെ വരുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.